ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കോഴിക്കോട് വന്നിരിക്കുകയാണ് കേട്ടോ. കോഴിക്കോട് വന്ന സമയത്ത് നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതാ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അതിലും ശക്തി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് നേരം അവിടുത്തെ മുകളിലത്തെ സിറ്റ് ഔട്ടിലൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. മുമ്പിൽ കൂടി വലിയൊരു കനാൽ പോകുന്നുണ്ട് കേട്ടോ. ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികളാണെങ്കിൽ തലേ ദിവസം കളിച്ച ടോയ്സും ബാഗൊക്കെ അവിടെ നിരത്തി പാർത്തി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എൻ്റെ മുടിയൊക്കെ ഒന്ന് കോതി ഒതുക്കി വെക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ എണീറ്റ സൗണ്ട് കേട്ടിട്ട് എൻ്റെ ചേച്ചീൻ്റെ മക്കൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും മുകളിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. ശക്തി വരുമ്പം കുറച്ച് പസിൽ ഗെയിം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആ പസിൽ ഗെയിം ഒക്കെ കളിക്കുകയാണ് കേട്ടോ. അവർ രാവിലെ എണീക്കും, ശക്തിയാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അവർ രണ്ടുപേരെയും കൂടി കൂട്ടി താഴേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ വന്നിട്ട് നമ്മളെ ധ്രുവിക്കുട്ടീനെ എടുത്ത് താഴേക്ക് വരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. അവിടെ നിറയെ ചെടികളുണ്ട്, പലതരത്തിലുള്ള ചെടികളുണ്ട് കേട്ടോ. ഞങ്ങളിതാ നമ്മളെ ചെടികളും പൂക്കളൊക്കെ നോക്കി രാവിലെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരുപാട് സന്തോഷിച്ച ദിവസങ്ങളാണ് കേട്ടോ അത്. കാരണം ദിലീൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എണീച്ച വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോഴേക്കും നമ്മളെ ദക്ഷക്കുട്ടി വന്നിട്ടുണ്ട്. നമ്മളെ അനിയത്തിൻ്റെ മോളാണ്. കുഞ്ഞിനെ കാണാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം അവളെ മടിയിലിരുത്തി അങ്ങനെ ഇരുന്നു കേട്ടോ. ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ ആണല്ലോ കുഞ്ഞുമക്കൾക്ക്. അപ്പം ഞാൻ അവളതാ വെറുതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കുമ്പോൾ ആളതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതാ ദിലി എണീറ്റ് വന്നിട്ടുണ്ട്. കാരണം തലേ ദിവസം നമ്മൾ കനാലിൽ വല കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളുകൾ അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു വലയിൽ നിറയെ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എന്താ ദിലീനെ വേഗം പോയി വിളിച്ചപ്പോൾ തന്നെ ദിലി എണീറ്റ് വന്നിട്ട് ആ വലയൊക്കെ ഒന്ന് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. വിചാരിക്കണ പോലെ ഇല്ല കേട്ടോ, നിറയെ മീൻ കിട്ടി. വലിയ പരൽമീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് ആ വലയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ദിലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് മീൻ പിടിക്കാന്നുള്ളത്. അതുകൊണ്ട് വന്നപ്പം മുതൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും മീൻ പിടിക്കാന്നുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വലയൊക്കെ തൂക്കി പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലിതാ വല കാണാൻ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടാണ് കേട്ടോ അത്. അങ്ങനെ ദിലി ഇതാ വലയൊക്കെ ഒരു സൈഡിൽ കൊളത്തി വെച്ച് നമ്മളെ മീനിനെയൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. മീനൊക്കെ വലേൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നേ. ഒരു വിധത്തിൽ ഇതാ നമ്മളെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ചില മീനൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ചില മീനിനൊക്കെ ജീവനും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളെല്ലാ മീനെയും പിടിച്ചൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ മീനൊക്കെ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ഇതാ നമ്മളെ ധ്രുവിക്കുട്ടി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പൊട്ടൊക്കെ തൊട്ട് വരുമെന്ന് വെച്ചപ്പോൾ ഞാനത് അവളെ ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ പൊട്ട് തൊട്ട് കൊടുക്കാനും പിരുകൊക്കെ എഴുതി കൊടുക്കാനൊക്കെ. അപ്പോൾ ഞാനിത് അവളെ വേഗം റെഡി ആക്കിയിട്ടോ. അവളാണെങ്കിൽ നന്നായിട്ട് വെച്ച് തരുന്നുണ്ട്. ചില മക്കളാണെങ്കിൽ പൊട്ടിടാനോ പിരുകോ എഴുതാനോ ഒന്നും സമ്മതിക്കില്ലല്ലോ. പക്ഷെ അവൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാവിലെ കുറച്ച് മീൻ വാങ്ങിക്കാനൊക്കെ പോവാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് പോവാണ്. കുമാരസ്വാമി എന്നുള്ള സ്ഥലത്തൂടെയാണ് പോണത്. അങ്ങനെ നമ്മളിതാ മീൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത്രയും മീനുകളാണ്, നല്ല ഫ്രഷ് മീനുകളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങി നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി പൂരിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പൂരിയും കുറച്ച് കറിയൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് പൂരിയും പിന്നെ ബാജിക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് വേഗം തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സംഭവം ഉണ്ടായി. നമ്മൾ നേരത്തെ പിടിച്ച് ബക്കറ്റിലിട്ട് വെച്ച മീനിനതാ ഒരു കാക്ക കൊത്തി തോട്ടിലേക്ക് തന്നെ ഇട്ടിരിക്കുന്നു കേട്ടോ. അതിൻ്റെ തലഭാഗം കുറച്ച് തിന്നിട്ടും ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അതിനെയും ശക്തിനെ ഇറക്കി അതിനെയും പിടിച്ചെടുത്തു. പിന്നെ അപ്പോഴേക്കും ദിലി ഇതാ മീനൊക്കെ ക്ലീൻ ചെയ്യാണ്. കാരണം ഈ ഒരു മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആർക്കും അങ്ങനെ അറിയില്ല കേട്ടോ. അതുകൊണ്ട് ദിലി തന്നെ ക്ലീൻ ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ എന്താ ശക്തിക്കുട്ടനോട് കുറച്ച് ഭക്ഷണം കൊടുത്തു കേട്ടോ. അവൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് പൂരി വേണ്ട, പുട്ട് മതി പറഞ്ഞ് അവൻ്റെ പുട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ പൊന്നൂസും വന്നിട്ടുണ്ട്, കുഞ്ഞുവാവിയൊക്കെ ഉണ്ടായിരുന്നു. അവരും കുറച്ച് നേരം അവിടെ ഇരുന്നു. ആ സമയം കൊണ്ട് ഞാൻ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊണ്ടുവന്ന മീനൊക്കെ അതാ എടുത്ത് നോക്കുകയാണ്. അതിനുശേഷം ഞാൻ ദാ വേഗം മീൻ വറുക്കലും മീൻ കറി വെക്കലായിട്ട് ആ പണികളൊക്കെ വേഗം ചെയ്തു. കാരണം ഞാൻ ഉച്ചയ്ക്ക് തിരിച്ചു പോകണം. അപ്പോഴേക്കും എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനാണ് കേട്ടോ അടുക്കള ഡ്യൂട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താ കിളിമീൻ കറിയും വെച്ചു. പിന്നെ കഷ്ണം മീനും നമ്മൾ തോട്ടിൽ നിന്ന് പിടിച്ച മീനൊക്കെ ഒന്ന് വറുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാം വേഗം തന്നെ സെറ്റായിട്ടോ. ഇനി നമുക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്.
ഇത് നമ്മൾ തോട്ടിൽ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ. അത് വറുത്തെടുക്കുമ്പോഴേക്കും പ്രത്യേക ഒരു മണമായിരുന്നേ. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ച് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. വേഗം തന്നെ ഭക്ഷണം കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല മീൻകറി, മീൻ വറുത്തതൊക്കെ ആയിരുന്നേ. അങ്ങനെ എല്ലാം കൂടി കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന കാര്യം സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ദിലി പറയണം വേഗം റെഡി ആയിട്ട് ഇറങ്ങണം എന്ന്. കാരണം അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ കുറേ ലേറ്റ് ആവുമെന്ന്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ശക്തിക്കുട്ടനെ നോക്കുമ്പോൾ ശക്തിക്കുട്ടൻ എന്താ അവിടെ കനാലിൽ വന്ന് ഒരേ കളിയായിരുന്നു കേട്ടോ. അമ്മയൊക്കെ അച്ഛമ്മേനെ അവിടെ പോയിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ അവനെയും കൂട്ടി കനാലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് കനാലിൽ നിന്ന് കയറ്റിയിട്ട് വരാൻ വേണ്ടി ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അവനാണെങ്കിൽ വെള്ളം കണ്ടാൽ പിന്നെ വേറെ ഒന്നും ഇതുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി റെഡി ആവുകയാണ് കേട്ടോ. എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദാ ഈ ഒരു കോലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയം കൊണ്ട് അമ്മ ശക്തിക്കുട്ടിനെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എല്ലായിടത്തും ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. പൊന്നൂസ് കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുവാവ ഭയങ്കര കരച്ചിലായിരുന്നേ. അതുകൊണ്ട് അവൾ അങ്ങോട്ട് വന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണേ. നമ്മൾ വരുന്ന സമയത്തുള്ള സന്തോഷം പോലെ എല്ലാവരും തിരിച്ചു പോകുമ്പോൾ, കാരണം നമ്മൾ വല്ലപ്പോഴും മാത്രമല്ലേ വരാറുള്ളൂ. അപ്പോൾ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്തായാലും ദക്ഷക്കുട്ടീൻ്റെ 90-ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണേ. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ വിളിക്കുന്നത് ശക്തിക്കുട്ടിൻ്റെ ചെരുപ്പ് ഇവിടെ ആയിപ്പോയിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ വേഗം അശ്വിനും ധ്യാനയും ധ്രുവിയും കൂടി നമ്മളെ ചെരുപ്പും കൊണ്ടുവച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വീണ്ടും കാണാൻ പറ്റി. അങ്ങനെ പിന്നെ അവരുടെ അടുത്തൊരു ടാറ്റ ബബായി ഒക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്